8ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രത്തിലെ 6ാമത്തെ ചാപ്റ്ററാണ് ലോഹങ്ങളും അലോഹങ്ങളും. ഈ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം. ലോഹങ്ങൾ കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ലോഹങ്ങളെ പൊതുവെ അടിച്ചു പരത്തി തകിടുകളാക്കാൻ കഴിയും. ലോഹങ്ങളുടെ ഈ സവിശേഷതയാണ് മാലിയബിലിറ്റി. മാലിയബിലിറ്റി എന്ന് പറയുന്നത് എന്താ? ലോഹങ്ങളെ അടിച്ചു പരത്തി തകിടുകളാക്കാൻ കഴിയും. ഈ സവിശേഷതയാണ് എന്ത് പറയാ? മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഏത് ലോഹത്തിനാണ് മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ എന്ന് ചോദിക്കാം. മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് സ്വർണം എന്ന് പറയുന്നത്. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണം. ഇനി അടുത്തൊരു പ്രോപ്പർട്ടി നോക്കാം, ഡക്റ്റിലിറ്റി. മാലിയബിലിറ്റി എന്ന് പറയുന്നത് അടിച്ചു പരത്തി തകിടുകളാക്കാനുള്ള സവിശേഷതയായിരുന്നു. ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാം. ലോഹങ്ങളുടെ ഈ സവിശേഷത ഡക്റ്റിലിറ്റി എന്ന് അറിയപ്പെടുന്നു. സ്വർണം, ചെമ്പ് മുതലായ ലോഹങ്ങളെ വളരെ നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയും. ഡക്റ്റിലിറ്റി വളരെ കൂടിയ ലോഹങ്ങളാണ് സ്വർണവും പ്ലാറ്റിനവും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹങ്ങൾ സ്വർണവും പ്ലാറ്റിനവും, മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണം. ഇനി അടുത്തതായിട്ട് ലോഹങ്ങൾ കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വൈദ്യുത ചാലകത എന്ന് പറയുന്നത്. ലോഹങ്ങൾ വൈദ്യുതി കടത്തിവിടുന്നു. എന്നാൽ എല്ലാ ലോഹങ്ങളും ഒരുപോലെയല്ല വൈദ്യുതി കടത്തിവിടുന്നത്. ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാൻ ഉള്ള കഴിവാണ് വൈദ്യുത ചാലകത. എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ്. ഈ ഓരോ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റായിട്ട് നോക്കി വെക്കണേ. ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം വെള്ളി ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ചിലപ്പോൾ ചോദ്യം ചോദിക്കാം, ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ പറയാം? വെള്ളി. വെള്ളി, ചെമ്പ്, സ്വർണം, അലൂമിനിയം ഇവയുടെ വൈദ്യുത ചാലകത ചുവടെ നൽകിയിരിക്കുന്ന ക്രമത്തിലാണ്. ഏറ്റവും കൂടുതലുള്ളത് ഏതിനായിരിക്കും? വെള്ളി, പിന്നീട് ചെമ്പ്, ദെൻ സ്വർണം, അതിനുശേഷം അലൂമിനിയം. ഈ ഒരു ഓർഡറും കൂടെ നോക്കി വെക്കണേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് താപചാലകത, തെർമൽ കണ്ടക്ടിവിറ്റി. ലോഹങ്ങളുടെ താപം കടത്തിവിടാനുള്ള കഴിവിനെയാണ് താപചാലകത എന്ന് പറയുന്നത്. ലോഹങ്ങളിൽ ഏറ്റവും മികച്ച താപചാലകം വെള്ളി ആണ്. താരതമ്യേന താപചാലകത കൂടിയവയാണ് അലൂമിനിയം, ചെമ്പ് എന്നിവ. അടുത്തതായിട്ട് കാർബണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. കാർബൺ എന്ന് പറയുന്നത് ഒരു അലോഹമാണ്. അലോഹമായ കാർബണിന്റെ 2 പ്രധാന രൂപാന്തരങ്ങളാണ് വജ്രവും ഗ്രാഫൈറ്റും. വജ്രത്തിന്റെയും ഗ്രാഫൈറ്റിന്റെയും വിവിധ തരം ഉപയോഗങ്ങൾക്ക് കാരണം അവയുടെ സവിശേഷതകളാണ്. താപചാലകത കൂടിയ പദാർത്ഥങ്ങളിൽ ഒന്നാണ് വജ്രം. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഗ്രാഫൈറ്റിന് ഉയർന്ന വൈദ്യുത ചാലകതയാണ് ഉള്ളത്. അതിനാൽ ഇലക്ട്രോഡായി ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നു. ഗ്ലാസ് മുറിക്കാൻ വജ്രം ഉപയോഗിക്കുന്നതിന് കാരണം അതിൻ്റെ ഉയർന്ന കാഠിന്യമാണ്. വജ്രത്തിലും ഗ്രാഫൈറ്റിലും കാർബൺ ആറ്റങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിനുള്ള വ്യത്യാസമാണ് അവയുടെ തികച്ചും വ്യത്യസ്തമായ സവിശേഷതകൾക്ക് കാരണം. അടുത്തതായിട്ട് സൊണോരിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഉപരിതലത്തിൽ കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാൻ ലോഹങ്ങൾക്ക് കഴിവുണ്ട്. ഈ കഴിവിനെ സൊണോരിറ്റി എന്ന് വിളിക്കുന്നു. ഏതെങ്കിലും ഒരു സർഫസിൽ തട്ടുന്ന സമയത്ത് ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ഒരു ലോഹത്തിന്റെ കഴിവിനെയാണ് എന്ത് പറയുന്നത്? സൊണോരിറ്റി എന്ന് പറയുന്നത്. ലോഹം കാണിക്കുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ് ലോഹദ്യുതി, മെറ്റാലിക് ലസ്റ്റർ. ലോഹങ്ങളുടെ പ്രതലത്തിന്റെ തിളക്കത്തിനെയാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്. ചില ലോഹങ്ങൾ മുറിക്കുമ്പോഴോ ഉരസുമ്പോഴോ ആണ് ലോഹദ്യുതി കാണിക്കുന്നത്. മറ്റൊരു പ്രോപ്പർട്ടിയാണ് കാഠിന്യം, ഹാർഡ്നെസ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്ന് പറയുന്ന ലോഹങ്ങളൊക്കെ ഏത് തരത്തിലുള്ള ലോഹങ്ങളാ? മൃദു ലോഹങ്ങളാണ്. എന്നാൽ മറ്റു ലോഹങ്ങൾ കാഠിന്യമുള്ളവയാണ്. ജനറലായിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ലോഹങ്ങൾ പൊതുവെ കാഠിന്യമുള്ളവയാണ്. ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന ദ്രവനിലയാണുള്ളത്, മെൽറ്റിംഗ് പോയിന്റ്. അത് മറ്റൊരു പ്രോപ്പർട്ടിയാണ്. ലോഹങ്ങൾക്ക് പൊതുവെ എങ്ങനെയായിരിക്കും? അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. എന്നാൽ ഗാലിയം, സീസിയം എന്നിവ താഴ്ന്ന ദ്രവനിലയുള്ള ലോഹങ്ങളാണ്. നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചാൽ അവ ഉരുകുന്നതായി കാണാം. നല്ല ചൂടുള്ള ദിവസങ്ങളിൽ അവ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടും. ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന തിളനിലയാണ് ഉള്ളത്. സാധാരണ രീതിയിൽ ലോഹങ്ങൾക്ക് ഉയർന്ന ദ്രവനിലയും ഉയർന്ന തിളനിലയുമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന സാന്ദ്രതയുണ്ട്. എന്നാൽ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളിൽ ഉൾപ്പെട്ടവയാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ. ഇനി നമുക്ക് അലോഹങ്ങളെ കുറിച്ചാണ് നോക്കാനുള്ളത്. അലോഹങ്ങളുടെ കുറച്ച് പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. അലോഹങ്ങൾക്ക് പൊതുവെ കാഠിന്യം കുറവാണ്. സൊണോരിറ്റി പ്രകടിപ്പിക്കുന്നില്ല. സാധാരണയായി താപചാലകങ്ങൾ അല്ല. ഈ പ്രോപ്പർട്ടീസ് ഓർത്തു വെക്കണം. അലോഹങ്ങൾക്ക് പൊതുവെ കാഠിന്യം കുറവാണ്, സൊണോരിറ്റി പ്രകടിപ്പിക്കുന്നില്ല, സാധാരണയായി താപചാലകങ്ങൾ അല്ല. ഇനി നമുക്ക് അലോഹ ഓക്സൈഡുകളെ കുറിച്ച് നോക്കാം. അലോഹങ്ങൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് അലോഹ ഓക്സൈഡുകൾ ഉണ്ടാവുന്നത്. ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. കാർബൺ പ്ലസ് ഓക്സിജൻ ഗിവ്സ് കാർബൺ ഡയോക്സൈഡ്. അലോഹ ഓക്സൈഡുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അലോഹ ഓക്സൈഡുകൾക്ക് പൊതുവെ അസിഡിക് സ്വഭാവം ആണ് ഉള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അലോഹ ഓക്സൈഡുകൾ പൊതുവെ അസിഡിക് സ്വഭാവം ഉള്ളവയാണ്. ഇനി നോക്കാനുള്ളത് ലോഹനാശനം, കൊറോഷൻ.
ലോഹങ്ങൾ അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് സംയുക്തങ്ങളായി മാറുന്നു. ഈ പ്രക്രിയയെ ലോഹനാശനം എന്ന് വിളിക്കുന്നു. ലോഹങ്ങൾ അറ്റ്മോസ്ഫിയറിലുള്ള വിവിധ ഘടകങ്ങളുമായി പ്രവർത്തിച്ച് സംയുക്തങ്ങളായി മാറുന്ന പ്രോസസ്സാണ് കൊറോഷൻ. ഇരുമ്പ് തുരുമ്പിക്കുക എന്ന് പറയുന്നത് കൊറോഷനൊരു ഉദാഹരണമാണ്. അടുത്തതായിട്ട് നോക്കാനുള്ളത് മനുഷ്യ ശരീരത്തിലെ ലോഹങ്ങൾ. നമ്മുടെ ശരീരത്തിൽ ലോഹങ്ങൾ കാണുന്നുണ്ട്, അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. മനുഷ്യ ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് ചില ലോഹങ്ങളുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ്, കൊബാൾട്ട്, സിങ്ക് തുടങ്ങിയവ ഇവയിൽ ചിലതാണ്. സ്വതന്ത്ര ലോഹങ്ങളായല്ല അവ ശരീരത്തിൽ കാണപ്പെടുന്നത്. ശ്വാസകോശത്തിൽ നിന്ന് ശരീര കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും കാർബൺ ഡയോക്സൈഡ് തിരികെ കൊണ്ടുപോകുകയും ചെയ്യുന്ന ഹീമോഗ്ലോബിൻ തന്മാത്രയിൽ ഇരുമ്പിന്റെ സാന്നിധ്യമുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ഹീമോഗ്ലോബിൻ തന്മാത്രയിലുള്ളത് ഇരുമ്പ്. ഇത് PSC ഓൾറെഡി ചോദിച്ച ചോദ്യമാണ്. ഹീമോഗ്ലോബിനിലുള്ളത് എന്താണ്? ഇരുമ്പ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് കാൽസ്യം. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം കാൽസ്യം. എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകുന്നതിന് പുറമെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും കാൽസ്യം സഹായിക്കുന്നു. ശരീരത്തിന് സ്വയം നിർമ്മിക്കാനാവാത്തതിനാൽ ഈ ലോഹങ്ങളെല്ലാം ഭക്ഷണത്തിലൂടെ വേണ്ട അളവിൽ ലഭ്യമാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് 7ാമത്തെ ചാപ്റ്റർ നോക്കാം. നട്ടുനനയ്ക്കാം, നന്മകൾ കൊയ്യാം. ഇവിടെ ബോക്സിൽ വെർട്ടിക്കൽ ഫാമിംഗ് എന്ന ഒരു കൃഷി രീതിയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കാം. ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന ഒരു നൂതന കാർഷിക രീതിയാണ് ഇത്. വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ലംബമായിട്ട് അടുക്കിയിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന ഒരു നൂതന കാർഷിക രീതിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് സാധ്യത കൂടി ഇതിൽ പ്രയോജനപ്പെടുത്താം. പരിമിതമായ സ്ഥല സൗകര്യമുള്ള നഗരപ്രദേശങ്ങളിൽ പോലും ഇത് പ്രാവർത്തികമാക്കാം. കൃത്രിമമായ വെളിച്ചം, മഴയെയും വെയിലിനെയും പ്രതിരോധിക്കുന്ന മറ തുടങ്ങിയ അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കിയാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കണക്കിലെടുക്കാതെ കൃഷി ചെയ്യാം എന്നതാണ് ഇതിൻ്റെ പ്രധാന നേട്ടം. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് സസ്യപോഷകങ്ങൾ. സസ്യപോഷകങ്ങൾ 2 രീതിയിലാണുള്ളത്, മേക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും. സസ്യങ്ങൾക്ക് ആവശ്യമായ മൂലകങ്ങൾ മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇതിൽ നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ എന്നിവ കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങളാണ്. ഇവയെ മാക്രോ ന്യൂട്രിയൻറ്റുകൾ എന്ന് വിളിക്കുന്നു. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. മാക്രോ ന്യൂട്രിയൻസിന് ഉദാഹരണം നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ. എന്നാൽ ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, ഇരുമ്പ്, മോളിബ്ഡനം, ക്ലോറിൻ, നിക്കൽ തുടങ്ങിയ മൂലകങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. ഇവ മൈക്രോ ന്യൂട്രിയൻറ്റുകൾ എന്ന് അറിയപ്പെടുന്നു. ലീഫ് കളർ ചാർട്ട്. ധാന്യവിളകളിൽ നൈട്രജന്റെ ലഭ്യത എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനുള്ള ഒരു എളുപ്പമാർഗമാണ് ഇത്. ചെടികളുടെ ഇലകളുടെ നിറം പ്രമാണ ചിത്രവുമായി താരതമ്യപ്പെടുത്തി നൈട്രജൻ വളങ്ങൾ എത്രത്തോളം ചേർക്കേണ്ടതുണ്ട് എന്ന് കണ്ടെത്തുവാൻ ഇത് സഹായിക്കുന്നു. ഇളം പച്ചനിറം നൈട്രജന്റെ കുറവ് സൂചിപ്പിക്കുന്നു. കടും പച്ചനിറം നൈട്രജന്റെ അളവ് ആവശ്യത്തിനുണ്ട് എന്നും സൂചിപ്പിക്കുന്നു. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കണേ. ഇനി നമുക്ക് എന്താണ് GM വിളകൾ എന്ന് നോക്കാം. ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്. ജനിതക എഞ്ചിനീയറിംഗ് വഴി ജനിതക ഘടനയിൽ മാറ്റം വരുത്തി വിളകളിൽ പുതിയ സ്വഭാവ സവിശേഷതകൾ ഉൾച്ചേർക്കാൻ സാധിക്കും. കീടബാധ ചെറുക്കുന്ന പരുത്തിച്ചെടി, കളനാശിനികളെ പ്രതിരോധിക്കുന്ന സോയാബീൻ, വിറ്റാമിൻ A ധാരാളമടങ്ങിയ നെല്ലിനങ്ങൾ എന്നിവ ഇത്തരം വിളകൾക്ക് ഉദാഹരണങ്ങളാണ്. ടിഷ്യൂ കൾച്ചർ. മാതൃസസ്യത്തിന്റെ അതേ ഗുണസവിശേഷതകളുള്ള ധാരാളം സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇത്. സസ്യത്തിന്റെ അനുയോജ്യമായ ഭാഗത്തു നിന്നും കലകളെ വേർതിരിച്ചെടുത്ത് പ്രത്യേക പോഷക മാധ്യമത്തിൽ വളർത്തിയാണ് തൈച്ചെടികളെ ഉണ്ടാക്കുന്നത്. അടുത്തതായിട്ട് എന്താണ് ഹരിതഗൃഹം, ഗ്രീൻ ഹൗസ് എന്നുള്ളത് നോക്കാം. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഇത്. പ്ലാസ്റ്റിക്, നൈലോൺ, പോളി എത്തിലീൻ തുടങ്ങിയ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് ഹരിതഗൃഹം നിർമ്മിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. പ്ലാസ്റ്റിക്, നൈലോൺ, പോളി എത്തിലീൻ തുടങ്ങിയ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് ഹരിതഗൃഹം നിർമ്മിക്കുന്നത്. എല്ലാ ഭാഗത്തും മറയുള്ളതിനാൽ കീട രോഗബാധ കുറയ്ക്കാനും ഇതിലൂടെ കഴിയും. ഇനി വ്യത്യസ്ത ജലസേചന രീതികളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് തുള്ളി നന, ഡ്രിപ്പ് ഇറിഗേഷൻ. ജലത്തെ തുള്ളികളായി വേരു പടലങ്ങളിലേക്ക് വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പുകളും വാൾവുകളും ഉപയോഗിച്ചുള്ള ജലസേചന രീതിയാണ് ഇത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ജലനഷ്ടം പരമാവധി കുറയ്ക്കാം. എല്ലാ ചെടികൾക്കും ഒരേപോലെ ജലലഭ്യത ഉറപ്പുവരുത്താനും കഴിയും. അടുത്തത് തിരി നന, വിക്ക് ഇറിഗേഷൻ. പരുത്തിത്തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്താൽ ജലസ്രോതസ്സിൽ നിന്ന് ചെടികളുടെ വേരുപടലത്തിന് സമീപത്തേക്ക് ജലം നേരിട്ടെത്തിക്കുന്ന രീതിയാണ് ഇത്. തുള്ളി നനയേക്കാൾ കുറച്ച് ജലം മാത്രമേ ഇതിന് വേണ്ടി വരുന്നുള്ളൂ.
പുതയിടൽ ബാഷ്പീകരണം നിമിത്തമുള്ള ജലനഷ്ടം കുറയ്ക്കാൻ കരിയിലകൾ, വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിലെ മണ്ണിനെ ആവരണം ചെയ്യുന്ന പരമ്പരാഗത രീതിയാണ് ഇത്. കളകളുടെ വളർച്ച കുറയ്ക്കുവാനും മണ്ണ് ജൈവസമ്പുഷ്ടമാക്കുവാനും ഇതിലൂടെ കഴിയും. എന്താണ് സ്മാർട്ട് ഫാമിംഗ്? ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. വിവിധ സ്മാർട്ട് ഫാമിംഗ് രീതികളെക്കുറിച്ചാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. നിർമ്മിത ബുദ്ധി, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഹൈഡ്രോപോണിക്സ്, എയ്റോപോണിക്സ്. നിർമ്മിത ബുദ്ധി AI വിളകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, വിവരങ്ങൾ എന്നിവ പങ്കുവച്ച് നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ പ്രശ്ന പരിഹാര മാർഗങ്ങൾ കണ്ടെത്താം. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് സെൻസറുകളുടെ സഹായത്താൽ ജലാംശം, ഫലഭൂയിഷ്ഠത, കീടബാധ എന്നിവ തിരിച്ചറിഞ്ഞ് യന്ത്രസഹായത്താൽ പ്രശ്ന പരിഹാര സംവിധാനം ഒരുക്കുന്നു. ഹൈഡ്രോപോണിക്സ് പോഷകലായനിയിൽ സസ്യങ്ങളെ വളർത്തുകയും സെൻസറുകളുടെ സഹായത്താൽ പോഷകങ്ങളുടെ അളവ് തിരിച്ചറിഞ്ഞ് ആവശ്യാനുസരണം ലഭ്യമാക്കുകയും ചെയ്യുന്നു. എയ്റോപോണിക്സ് വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലേക്ക് ജലവും പോഷകങ്ങളും യഥാസമയം സെൻസറുകളുടെ സഹായത്താൽ ലഭ്യമാക്കുന്നു. ഇനി നമുക്ക് എന്താണ് ഭൗമ സൂചിക പദവി, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു പേപ്പർ കട്ടിങ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. കൃഷി ചെയ്യുന്ന ഭൂപ്രദേശത്തിന്റെ സവിശേഷതയ്ക്കനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ രുചി, നിറം, മണം, പോഷക ഗുണം എന്നിവയ്ക്ക് വ്യത്യാസങ്ങളുണ്ടാകും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചില പ്രദേശങ്ങളിലെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് ഭൗമ സൂചിക പദവി ലഭിക്കുന്നത്. ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ അധിക മൂല്യം ലഭിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഭൗമ സൂചിക പദവി ലഭിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ അധിക മൂല്യം ലഭിക്കുന്നുണ്ട്. ഭൗമ സൂചിക പദവി ലഭിച്ച ചില കാർഷിക ഉൽപ്പന്നങ്ങൾ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. പാലക്കാടൻ മട്ടയരി, മലബാർ കുരുമുളക്, കുറ്റ്യാട്ടൂർ മാങ്ങ, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, തിരൂർ വെറ്റില.